ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബേക്കൽ കോട്ടയിലെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്ന് ബേക്കൽ കോട്ടയിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം നല്ല നാടൻ ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി. പെരിയ റാണിപുരം റോട്ടിലെ മഹിമ ഹോട്ടൽ. അപ്പോൾ അവിടുത്തെ ഫുഡിൻ്റെ കാഴ്ചകളിലേക്ക്. നല്ല തൂവെള്ള ചോറ്, പച്ചടി, പയർ തോരൻ, പൈനാപ്പിൾ അച്ചാർ, സാമ്പാർ, മീൻകറി, പിന്നെ സെപ്പറേറ്റ് ഫിഷ് ഫ്രൈ ഉണ്ട്, അയിലയുണ്ട്, മാന്തയുണ്ട്. നല്ല നാടൻ ചോറ് കൊള്ളാട്ടാ. അപ്പോൾ ഇനി ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ്. 2 പീസ് ചിക്കനും ഉണ്ട്, അത്യാവശ്യം ക്വാണ്ടിറ്റി റൈസും ഉണ്ട്. ചിക്കൻ ബിരിയാണി പൊളിയാട്ടാ. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് നേരെ റാണിപുരത്തേക്ക്. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് റാണിപുരം. കൂർഗ് മലനിരകളിൽ കടൽ നിരപ്പിൽ നിന്ന് 1048 മീറ്റർ ഉയരത്തിലായാണ് റാണിപുരം കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. കാഞ്ഞങ്ങാടിന് 45 കിലോമീറ്റർ കിഴക്കായി പാണത്തൂർ റോഡിൽ പനത്തടിയിൽ നിന്നും തിരിയുന്ന വഴിയിൽ 9 കിലോമീറ്റർ അകലെയാണ് റാണിപുരത്തിൻ്റെ സ്ഥാനം. റാണിപുരത്തെ കേരളത്തിൻ്റെ ഊട്ടി എന്നാണ് അറിയപ്പെടുന്നത്. എങ്കിലും ഊട്ടിയെപ്പോലെ അത്ര തടാകങ്ങളൊന്നും റാണിപുരത്തില്ല. വിനോദസഞ്ചാരത്തിനായി മല കയറുവാൻ ഒരു നല്ല സ്ഥലമാണ് റാണിപുരം മലനിരകൾ. 2 മലകയറ്റ പാതകൾ ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾക്കിടയിൽ ഉണ്ട്. മലകയറ്റ പാതയിൽ ഇടയ്ക്കിടെയായി മലയെത്തിയ പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കാട്ടുവഴികളിലെ പ്രകൃതി സൗന്ദര്യം മനോഹരമാണ്. മലമുകളിലെത്തിയാൽ അതിലും അതിമനോഹരം. റാണിപുരത്തിൻ്റെ എൻട്രി തൊട്ട് റാണിപുരം ഹിൽ ടോപ്പിലെത്തുന്നവരെ ഏകദേശം 2.5 കിലോമീറ്റർ നടക്കാനുണ്ട്. റാണിപുരം എന്നത് കർണാടകയോട് ചേർന്ന് കിടക്കുന്ന മാടത്തുമല എന്ന് അറിയപ്പെടുന്ന വനപ്രദേശമാണിത്. മഴക്കാടുകളും ചോലവനങ്ങളും പുൽമേടുകളും ചേർന്ന കുന്നിൻ നിരകളാണ് റാണിപുരം. സഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ ബസ് സൗകര്യം ഇവിടെ ലഭ്യമാണ്. കർണാടകയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കർണാടകയിലെ വളരെയധികം വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ വിനോദസഞ്ചാരികളുടെ ഒരു ലക്ഷ്യമാണ് റാണിപുരം. റാണിപുരം കുന്നുകൾ തണുത്ത കാലാവസ്ഥയ്ക്കും ആഴമേറിയ കാടുകൾക്കും ആകർഷകമായ ട്രെക്കിംഗ് പാതകൾക്കും പേരുകേട്ടതാണ്. സമൃദ്ധമായ പുൽമേടുകളും ഇടതൂർന്ന നിത്യഹരിത വനങ്ങളും തണുത്ത കാറ്റും റാണിപുരം കുന്നുകളെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ടതാക്കുന്നു. ആന ഇടനാഴി ഈ പ്രദേശത്തെ മറ്റൊരു ആകർഷണീയമായ പോയിന്റാണ്. സന്ദർശകർക്ക് ആനക്കൂട്ടം അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ചുറ്റിക്കറങ്ങുന്നത് കാണാം. വിദൂര മരുഭൂമി, അതുല്യമായ നിത്യഹരിത ശോലവനങ്ങൾ, അതിശയിപ്പിക്കുന്ന പുൽമേടുകൾ എന്നിവ പ്രകൃതി സ്നേഹികൾക്ക് ശരിക്കും പ്രതിഫലദായകമായ അനുഭവമായിരിക്കും. പ്രകൃതി ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് ഗായ്സ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. ഫുൾ സൈഡും പുൽമേടുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ടോപ്പിൽ റാണിപുരം ഹിൽ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഏറ്റവും ടോപ്പ് പോയിന്റിൽ താഴെ കണ്ട അതാണ് നമ്മൾ റോഡ് വണ്ടി പോകുന്നത്. ആടിന് നമ്മൾ ചുറ്റി നടന്ന് ഇങ്ങനെ വന്ന് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് നടക്കാനുണ്ട്.
അതുകൂടി നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മളെ ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു. റാണിപുരം, കാസർഗോഡ് ജില്ലയിലെ റാണിപുരം. ഗൈസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ താഴെ ഒരു എൻട്രി ഫീ ഉണ്ട്. ആ എൻട്രി ഫീ എടുക്കുക. കുടിവെള്ളമെല്ലാം വേണ്ടുന്ന ആൾ കരുതണം. മേലെ ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ സംഭാരം ചില്ലറ സാധനമെല്ലാം കിട്ടും. What a nice place, guys. Wow. Yes, അവിടെയാണ് നമ്മളെ പോയിന്റ്. അവിടെയാണ് നമുക്ക് എത്തേണ്ടത് ഗൈസ്. റാണിപുരം ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല കാറ്റാണ്, നല്ല കോടയുണ്ട്. സൈഡൊക്കെ ഫുൾ കോടയാണ്. കോട മഞ്ഞെന്ന് പറഞ്ഞാൽ എന്നാ സ്ഥിതി. അപ്പോൾ നമുക്ക് നമ്മുടെ എടാ ഇനി നമുക്ക് നമ്മളെ താഴോട്ടേക്ക് പോവാം. അതിനൊക്കെ പറയാനുള്ളൂ ഗൈസ്. വന്ന പോലെ തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. അങ്ങ് കണ്ട താഴെ റോഡ്, ആടത്തേക്ക് എത്തണം. പോവാ ഓക്കെ. ഹിൽ സ്റ്റേഷൻ്റെ ടോപ്പ് മുനമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബാടിയുള്ള. അപ്പോൾ ഇത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇനി നമുക്ക് നമ്മളെ നാട്ടിലെത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. ഓക്കെ ഗൈസ്. ഓക്കെ താഴെ നടക്കുകയാണ് ഗൈസ്. ഇത്രയേരം കുത്തനെ കയറി വന്ന ക്ഷീണം മൊത്തം നമ്മൾ താഴോട്ടേക്ക് കീഞ്ഞുകൊണ്ട് തീർക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഏകദേശം 2-2.5 കിലോമീറ്റർ കുന്നാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടിയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്. ഓക്കെ അവിടെ ഒരു ചെറിയൊരു ടവർ പോലത്തെ കാണുന്നുണ്ട്. പക്ഷെ റേഞ്ചൊന്നും കിട്ടുന്നില്ല. കൂടെ വരുന്നവർ പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കാൻ നോക്കുക. നമ്മളെ കൂടെ ഒരു 4 ആളുണ്ടേനും. ഓർ മുന്നേ പോയിനേനും എനിക്ക് ചെറിയൊരാവശ്യത്തിന് താഴെ പോകേണ്ടി വന്നപ്പോൾ ഓറിങ്ങോട്ട് വന്നതെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ മോറെ ഇങ്ങോട്ട് കാണുന്നില്ല. ഓറ് വേറെ ഏതോ വഴിക്ക് എന്നെ പരുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ താഴെ എത്തിയിട്ട് നമ്മളെ വണ്ടീൻ്റെ അരികിലെത്തേണ്ടതുണ്ട്. എന്നാൽ നമുക്ക് സംഭവിച്ചെന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകുമല്ലോ. ഓക്കെ, നമ്മൾ എത്രയും പെട്ടെന്ന് താഴെ പോവുകയാണ് ഗൈസ്. ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞ അത്ര കൊണ്ട് നടക്കുക. അതും ഫുള്ള് കല്ല്. അധികം പ്രായമുള്ളതൊന്നും ഇവിടെ കയറേണ്ടതില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇടയ്ക്കൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട് ഇവിടെ. ഒരു ചെറിയൊരു എന്താ പറയുക, ഇരിക്കേണ്ട ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ജനങ്ങളിവിടെ എത്തിപ്പെടുന്നുണ്ട്. പല സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് ഇവിടെ ആൾക്കാർ എത്തിപ്പെടുന്നുണ്ട്. അങ്ങേ മലയമെന്ന് ഇങ്ങേ മലയമെന്ന് വിളിക്കുന്നെന്ന് പ്രത്യേകത. ഇതാണ് ഞാൻ പറഞ്ഞ ചെയർ. ഇരിക്കാം. ചെയറോ എന്താന്ന് പറയുന്നത് വെച്ചാൽ അതിൽ പറയാം. ഇത്രയൊക്കെ പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് 4 ആൾ വന്നിനേനു.
ഓറയും പരത്തിയിട്ട് ഞാൻ ഇങ്ങ് വന്നു തന്നെ. പക്ഷെ ഓറിങ്ങ് എത്തിയിട്ടില്ല. ഓർ എവിടെ പോയെന്ന് ഞാനിങ്ങനെ തപ്പി നടക്കുക ഗൈസ്. എൻ്റെ ഒരു ചെറിയൊരു പേഴ്സണൽ മാറ്റർ ഞാൻ താഴോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് പോടുക, പിന്നെ കാണുന്നില്ല. അപ്പോൾ ഏകദേശം 4 മണി ആകാനായി, സന്ധ്യ ആകാനായി. പിന്നെ വീഡിയോ ആനേൻ്റെ പിണ്ടം പോലെയെല്ലാം കാണുന്നുണ്ട്. ഇനി ആന ഉണ്ടോയെന്ന് അറിയില്ല. വീഡിയോ കാട്ടിൽ കാണും ആനേൻ്റെ പിണ്ടം പോലെ ഉണ്ട്. ആനപ്പിണ്ടം ഗൈസ്, ദിസ് ഈസ് കോൾഡ് ആനപ്പിണ്ടം. ഓക്കെ, പകലൊന്നും ആന വരില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ രാത്രി അന്ന് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ആനേൻ്റെ ചൂരാന്ന് ഇവിടെ എന്തായാലും ഉണ്ടോ, ഫുൾ ആനപ്പിണ്ടം കണ്ടോ ഗൈസ്. ആനപ്പിണ്ടം ആനയുടെ താഴ്വരയാണെന്ന് തോന്നുന്നു. നമ്മൾ എത്രയും പെട്ടെന്ന് സന്ധ്യ ആകാറായി, നമുക്ക് താഴെ എത്തണം. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചക്ക് വിട്ടതാണ്. പുലർച്ചെ കാസർഗോഡേക്ക് വിട്ടിട്ട് കാസർഗോഡ് ബേക്കൽ കോട്ട അവിടെ പോയി. അവിടെ ഒരു 10-10:30 അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ട്. അപ്പോൾ നമുക്ക് മഴയോ വല്ലതും ഉണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഒരു ചെറിയൊരു പുല്ല് വേഞ്ഞൊരു ഷെഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരിത് ഒരുക്കിയിട്ടുണ്ട്. വരുന്നവർ വെള്ളം കരുതിയിട്ട് വേണം വരാൻ. വെള്ളം കുടിക്കേണ്ടി വരും. ഞാൻ കരുതിയിട്ടൊന്നുമില്ല, അവർക്കറിയാം. അപ്പോൾ വെള്ളം കരുതി പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുവന്നാൽ നമ്മളെ പ്രകൃതിനെ നമ്മൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. വരും തലമുറകൾക്കും കൂടി ഇതൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മളെയും കൂടി ഉത്തരവാദിത്വം. അപ്പോൾ പ്ലാസ്റ്റിക്കൊന്നും ഇവിടെ ആരും നിക്ഷേപിക്കരുത്. കൊണ്ടുവന്ന പോലെ തന്നെ എന്താണോ കൊണ്ടുവന്ന പ്ലാസ്റ്റിക്കുകൾ അത് അതേപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എടുത്തോളുക. കുപ്പിയായാലും ഇനി സ്നാക്സിൻ്റെ കവറുണ്ടെങ്കിൽ അതും. സ്നാക്സ് ഒന്നും ഇങ്ങോട്ട് കടത്തി വിടില്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ്. സ്നാക്സ് കുപ്പി അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ വെറുതെ ഇട്ടിട്ട് ദോഷാക്കണ്ടല്ലോ. പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന കാഴ്ചകളിലൊക്കെ ഇതെല്ലാം നമ്മൾ അതിൻ്റെ ആ ഒരു ഘടനയിൽ തന്നെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ അത്രയെല്ലാം എനിക്ക് പറയാനുള്ളത്. നടന്നിട്ട് എത്തുന്നില്ല സത്യം പറഞ്ഞില്ല, അതാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, വേറൊന്നും കൊണ്ടല്ല. എൻ്റെ കൂടെ വന്നവരെല്ലാം ഇപ്പോൾ അവിടെ കാത്ത് നിൽക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരെല്ലാം അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. ഇവിടെ വീട്ടിൽ ഒരു കസേരയുണ്ട്, ഇവിടുന്ന് സ്ലിപ്പാകുന്നുണ്ട്. സൂക്ഷിച്ചിട്ട് വേണം നടക്കുക. ഫുള്ള് ചെറിയ പരൾ കല്ലുകളാണ്, ഊരാൻ ചാൻസ് ഉണ്ട്. കുട്ടികളെല്ലാം കൂട്ടി വരുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് മാത്രം നടക്കുക, എന്നാലേ നമ്മളെ കാര്യങ്ങൾ നടക്കും. താഴോട്ടേക്ക് നടന്നു വരുന്ന വഴിയിൽ എൻ്റെ കളഞ്ഞുപോയ 4 ആളെയും കിട്ടിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ റാണിപുരത്തിൻ്റെ ടോപ്പിലെത്തിയിട്ട് ഇവർ ക്ഷീണിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഹലോ ഗൈസ്, പേടിയാന്ന് നമുക്കറിയാലോ. പുൽമേട്ടിൽ തന്നെ പുൽമേട്ടിൽ നല്ല മഴ. അങ്ങനെ റാണിപുരത്തെ നല്ല കാഴ്ചകൾ കണ്ട് വൈകിട്ട് 5:30 നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.